Already Swiss Beauty in blush and highlight palette ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് 1 and 2 years ആയി കഴിഞ്ഞു. ആൻഡ് ഇന്നത്തെ വീഡിയോ സ്വിസ് ബ്യൂട്ടിൻ്റെ മറ്റൊരു ബ്ലഷ് കോൺടൂർ ആൻഡ് ഹൈലൈറ്റ് പാലറ്റാണ്. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് റീസണബിളാണ്, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സ്മോൾ ക്യൂട്ട് പ്രൊഡക്റ്റാണ്. ആൻഡ് ഈ പ്രൊഡക്ട്സ് ഇതിലാണ് നമുക്ക് കോൺടൂർ, ബ്ലഷ് ആൻഡ് ഹൈലൈറ്റ് ഇത് മൂന്നും അവൈലബിൾ ആണ്. സോ ട്രാവൽ ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കും നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മനസ്സിലാവും. സോ വേഗം ഇപ്പോൾ തന്നെ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആൻഡ് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. മാർക്കറ്റിൽ ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഇതിൻ്റെ 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സോ ഏത് ഷെയ്ഡാണ് നിങ്ങളുടെ സ്കിൻ ടോണ് സ്യൂട്ടബിൾ ആണ് അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമ്മൾ ഇങ്ങനത്തെ ഷെയ്ഡാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ മുഴുവൻ കാണണം. നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടാണ്, നമ്മുടെ സ്കിന്നിൻ്റെ കളറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത്. സോ ബ്ലഷ്, കോൺടൂർ ആൻഡ് ഹൈലൈറ്റ് അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്കിൻ ഫെയർ സ്കിന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഡാർക്ക് ഷെയ്ഡ് ബ്ലഷ്, കോൺടൂർ, ഹൈലൈറ്റർ യൂസ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ലുക്കായിട്ടാണ് ഫീൽ ചെയ്യുക. മീൻസ് 3D ലുക്ക്, അതുപോലത്തെ ലുക്കാണ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡാർക്ക് ബ്രൗൺ ടൈപ്പ് സ്കിന്നെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് ബ്ലഷ്, കോൺടൂർ, ഹൈലൈറ്റർ യൂസ് ചെയ്യാം. സോ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടാണ് നമുക്ക് ഷെയ്ഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ബ്ലഷ് ആയാലും കോൺടൂർ ആയാലും. ഇപ്പം നമ്മുടെ സ്കിൻ ഭയങ്കര വൈറ്റ് ടിഷ്യൂ സ്കിന്നെങ്കിൽ നിങ്ങൾ വളരെ ഡാർക്ക് ഷെയ്ഡ് ഫൗണ്ടേഷൻ വളരെ ഡാർക്ക് ഷെയ്ഡ് ബ്ലഷാണ് നിങ്ങൾ യൂസ് ചെയ്തതെങ്കിൽ നമ്മുടെ ഫേസിൽ അത് എടുത്ത് കാണും. നമ്മുടെ വൈറ്റ് ഫേസിൽ ഒരു പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് ബ്ലഷാണ് നമ്മൾ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കോൺടൂറാണ് യൂസ് ചെയ്തതെങ്കിൽ കറക്റ്റായിട്ട് നമുക്കതൊരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. സോ നിങ്ങളുടെ സ്കിൻ നല്ല ഫെയർ സ്കിന്നെങ്കിൽ നിങ്ങൾ വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കിൻ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ബ്ലഷ് ആയാലും കോൺടൂർ ആയാലും ഹൈലൈറ്റർ ആയാലും യൂസ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റിൽ നമുക്ക് 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതിൽ ഇത് ഡാർക്ക് ഷെയ്ഡാണ്. എൻ്റെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡല്ല, ബട്ട് എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബട്ട് ഈ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് വളരെ ലൈറ്റായി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. സോ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫേസിൽ ഇത്രയും ഏരിയ മാത്രമാണ് കോൺടൂർ, ബ്ലഷ്, ഹൈലൈറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ 3 ഷെയ്ഡ്സ് നമ്മൾ 3 ലൈൻസായി ഡ്രോ ചെയ്യാറ്. ഒരിക്കലും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബ്ലഷ് ആൻഡ് നമ്മളുടെ കോൺടൂർ ഒരിക്കലും മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സായി പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഷെയ്ഡ് കളേഴ്സാണ് ക്രിയേറ്റ് ആവുന്നത്. നമ്മുടെ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ മിക്സ് ആവാം, അത്ര പ്രോബ്ലം ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ ബ്ലഷ് ആൻഡ് നമ്മുടെ കോൺടൂർ ഒരിക്കലും മിക്സ് ആക്കരുത്. സോ നമ്മുടെ ഈ 3 സെയിം ഇത്രയും ഏരിയയിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. ഇതിന് നമ്മൾ ഡൗൺ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീക്ക് ബോൺസ്, നമ്മുടെ ഫേസ് ലുക്ക് തന്നെ നമുക്ക് ചേഞ്ച് ആവും. ആൻഡ് അതുപോലെ തന്നെ ഹൈലൈറ്റർ നമ്മൾ ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഇത് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ ഫേസിലെ ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഒരിക്കലും ഇവിടെയല്ല. സോ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ ഫേസിൻ്റെ ഫ്യൂച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിങ്ക് ചീക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ നമ്മുടെ ചീക്ക് ബോൺസ് ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫേസിന് ഒരു പെർഫെക്റ്റ് 3D ലുക്ക് നൽകാനായിട്ടാണ് നമ്മൾ കോൺടൂർ ഇവിടെയും, നമ്മുടെ ജോ ലൈൻ ഹൈഡ് ചെയ്യാൻ, ചബി ചീക്സ് ഹൈഡ് ചെയ്യാൻ ഇവിടെയും കോൺടൂർ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നോസ്, എത്ര ഫാറ്റി നോസ് ആയാലും എത്ര ബിഗ് നോസ് ആയാലും നമ്മളതിനൊരു ഷേപ്പ് വളരെ സർജറി ചെയ്ത പോലെ ഒരു പെർഫെക്റ്റ് ഷേപ്പ് നൽകാനായിട്ടാണ് നമ്മുടെ നോസ് ബ്രിഡ്ജ് നമ്മൾ കോൺടൂർ ചെയ്യുന്നത്. ആൻഡ് ഭയങ്കര ഫോർ ഹെഡാണ്, നിങ്ങൾക്കത് ഭയങ്കര കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ് ഷേപ്പിനെ അതൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർ ഹെഡ് കവർ ചെയ്യാൻ നമുക്ക് കോൺടൂർ ഇതിനാണ് നമ്മൾ കോൺടൂർ അപ്ലൈ ചെയ്യുന്നത്. സോ അതായത് പാർട്ടിൽ മാത്രം അപ്ലൈ ചെയ്യാവൂ. നമ്മുടെ കോൺടൂർ ഇവിടെ അപ്ലൈ ചെയ്യാതെ നമ്മുടെ ചീക്ക് ബോൺസിൻ്റെ ഇവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇവിടെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഇവിടെയൊക്കെ നല്ല ചബ്ബിയായിരിക്കും. ഇവിടെ സ്കിന്നും മൊത്തം നമ്മുടെ ചീക്സ്
ഈ ഒരു ഷേപ്പായിരിക്കും. സോ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ബ്ലഷ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ മിക്സ് ആവാൻ കുഴപ്പമില്ല, ബട്ട് ഒരിക്കലും ബ്ലഷ് ആൻഡ് കോൺടൂർ മിക്സ് ആക്കരുത്. കോൺടൂർ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ ഡ്രോ ചെയ്ത് അത് വളരെ സോഫ്റ്റായിട്ട് ഇതുപോലെ സ്മച്ച് ചെയ്താൽ മതി. ലൈൻ ഭയങ്കര ഷാർപ്പ് ചെയ്യാൻ നമ്മൾ ഇവിടെയാണ് കോൺടൂർ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് അത് നമ്മൾ ഡൗൺ പാർട്ടിലേക്കാണ് സ്മച്ച് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നോസ് ബ്രിഡ്ജ് ആണെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ ഐബ്രോസിന് ഇവിടെ വരെ നമുക്ക് ഡ്രോ ചെയ്യാം. നമ്മുടെ ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്ത് വളരെ ജെന്റ്ലി ആയി നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാം. സോ ഈ വീഡിയോയിൽ നമുക്ക് ഇനി നെക്സ്റ്റ് അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസ് ഷേപ്പ് ലുക്ക് എങ്ങനെയാണ് എന്നുള്ളത് കാണാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സ്വിസ് ബ്യൂട്ടി ചിക്കാബു കോൺടൂർ ബ്ലഷ് ഹൈലൈറ്റർ പാലറ്റാണിത്. ഞാനിവിടെ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലഷ് ബ്രഷാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. സോ ബ്ലഷ് നമ്മൾ കുറച്ച് ബ്രഷിലേക്ക് എടുത്ത ശേഷം എക്സ്ട്രാ പ്രൊഡക്റ്റ് മുഴുവൻ ഡാപ്പ് ചെയ്യണം. ആൻഡ് അതിന് ശേഷം അത് നമ്മുടെ കൈയിൻ്റെ ബാക്ക് സൈഡ് പ്രൊഡക്റ്റ് സ്മൂത്ത് ചെയ്യണം. ഒരിക്കലും ഡയറക്റ്റായി നമ്മൾ ബ്ലഷ് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. പ്രൊഡക്റ്റിന് സ്മൂത്ത് ചെയ്ത ശേഷം ഇതുപോലെ വളരെ ജെന്റ്ലി ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്യുന്നത് ഹൈ കളർ പേ ഓഫ് ബ്ലെൻഡ് ഈസി സ്കൾപ്റ്റഡ് ലുക്ക് ഫ്രം വൺ പാലറ്റ്. സോ പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്യുന്ന പോലെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. റൈറ്റ് സൈഡ് അപ്ലൈ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡും നമുക്ക് അപ്ലൈ ചെയ്യാം. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രഷ് വളരെ സോഫ്റ്റ് ആൻഡ് ജെന്റ്ലി ബ്രഷാണ്. ആൻഡ് ഇതിൻ്റെ ബ്രിസിൽസും വളരെ സ്മൂത്താണ്, ഈസിയായി ബ്ലെൻഡ് ആവുന്ന ഒരു ബ്രഷാണ്. സോ ടു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഓക്കെയാണ്, ബട്ട് ലെഫ്റ്റ് സൈഡ് കുറച്ച് ഇങ്ങോട്ടേക്കാണ് ബ്ലഷ് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, കാരണം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ആദ്യം നമ്മുടെ ബ്രഷിൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാതെ ഞാൻ സ്വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ലെഫ്റ്റ് സൈഡാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത്, ബട്ട് റൈറ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ബ്ലഷ് നമ്മൾ അധികം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് കൺസീലർ, കോമ്പാക്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ വെച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നിൽക്കരുത്. ടു സൈഡ്സ് ഒന്ന് ഈക്വൽ ചെയ്യാൻ നിൽക്കണം. ബട്ട് ടു സൈഡ്സ് നമ്മൾ വളരെ ജെന്റ്ലി ആയി പ്രോഡക്റ്റ് ക്ലിയർ ചെയ്ത് വേണം ചെയ്യാൻ. നെക്സ്റ്റ് കോൺടൂർ അപ്ലൈ ചെയ്യുക. ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ പോയിൻറ്റ് സൈഡ് യൂസ് ചെയ്തിട്ടാണ് കോൺടൂർ അപ്ലൈ ചെയ്യുന്നത്. ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഈ പാലറ്റ് 03 ഫേസ് ഇറ്റ് അപ്പ് ഡാർക്ക് ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് 349 റുപ്പീസ് മാത്രമാണ്. ഈ പാലറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് നമ്മൾ ക്രീം പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇതും. ബട്ട് ഇതിന് കുറച്ച് നാച്ചുറൽ ലുക്ക് കൂടുതലാണ്. നോസിൻ്റെ ടു സൈഡ്സ് ഞാൻ പറഞ്ഞു വളരെ ഈസിയാണ്. ടു സൈഡ്സ് നമുക്ക് ഐബ്രോ മുതൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഡ്രോ ചെയ്യുക. ആൻഡ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ആൻഡ് കോൺടൂർ നമ്മുടെ ഫോർ ഹെഡ്സിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോർ ഹെഡ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബോറായി തോന്നുന്നെങ്കിൽ ആൻഡ് അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം കോൺടൂർ ഫോർ ഹെഡിൽ യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇത് ഗ്ലോ സെറ്റിംഗ് സ്പ്രേ ആണ്. ഈ പ്രൊഡക്റ്റ് എന്താണ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇത് ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നുള്ളൂ. ആ ഗ്ലോ സെറ്റിംഗ് സ്പ്രേയുടെ പെട്ടെന്നുള്ള ഗ്ലോ എഫക്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ആക്ച്വലി ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. ബട്ട് വൺ ടൈം ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ലുക്ക് എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കുന്നത്. ബ്രൈഡൽ മേക്കപ്പിനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ ഹൈലൈറ്റർ ഉണ്ട്, ഇത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ പാലറ്റ് എൻ്റെ ഫേസിന് മാച്ച് ആവുന്ന പാലറ്റ് അല്ല. ബട്ട് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രൊഡക്റ്റ് പാലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് വളരെ ലൈറ്റായും അപ്ലൈ ചെയ്യാം, വളരെ ഡാർക്കായും അപ്ലൈ ചെയ്യാം. റീസണബിൾ, ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ഇത് യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ മസ്റ്റായി പർച്ചേസ് ചെയ്ത് നോക്കണം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ബ്ലഷ് സ്വിസ് ബ്യൂട്ടി ചിക്കാബു പാലറ്റ് കോൺടൂർ ബ്ലഷ് ഹൈലൈറ്റർ പാലറ്റ് യൂസ് ചെയ്ത് ഇത് 03 ഫേസ് ഇറ്റ് അപ്പ് ഡാർക്ക് ഈ പാലറ്റ് യൂസ് ചെയ്ത് നമ്മൾ വളരെ ഈസിയായി നമ്മൾ ഫേസ് ഹൈലൈറ്റ് ചെയ്തു ആൻഡ് ബ്ലഷ് അപ്ലൈ ചെയ്തു ആൻഡ് നമ്മൾ കോൺടൂർ ചെയ്തു. സോ ഈ പാലറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.